ഹായ്, എൻ്റെ പേര് റാണി. ഞാനൊരു അധ്യാപികയാണ്. ആൻഡ് ഐ എം ഓൾസോ എ ക്യാൻസർ ഫൈറ്റർ. ഞാൻ സഞ്ചരിച്ച 2 ക്യാൻസർ ജേർണീസ് ഉണ്ട്. ഒന്ന് എൻ്റെ മദർ-ഇൻ-ലോയുടെ കൂടെയും ഒന്ന് ഞാൻ സ്വയം സഞ്ചരിച്ചത്. ഇതിൽ രണ്ടിലും ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ മദർ-ഇൻ-ലോ അവരുടെ സ്റ്റോറീസ് ഹൈഡ് ചെയ്യാനാണ് നോക്കിയത്, എന്നാൽ ഞാനത് ഷെയർ ചെയ്യാനും. 2019 ഞാൻ ക്യാൻസർ സെൽ എൻ്റെ ബോഡിയിൽ ഡിറ്റക്ട് ചെയ്തത്. ആൻഡ് ദാറ്റ് വാസ് ത്രൂ സെൽഫ് എക്സാമിനേഷൻ. പക്ഷെ വരുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഈ ഒരു ക്യാൻസർ സെല്ല്. ബിക്കോസ് വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു ഞാൻ. ഡയറ്റിങ്, എക്സസൈസസ് ഇതിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളായിരുന്നു ഞാൻ. ഇതുപോലെ നിങ്ങൾക്ക് അറിയാം എങ്ങനെയൊക്കെയാണ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം എന്നുള്ളത്, ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യാന്നുള്ളത്. സോ ദാറ്റ് പെർട്ടിക്കുലർ ഡേ ഞാൻ ഈ ലംബ് കണ്ടുപിടിച്ച ആ ഒരു ദിവസം ഐ ജസ്റ്റ് ലൈ ഡൗൺ. എന്നിട്ട് ഞാൻ എൻ്റെ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്തു. സോ ദാറ്റ് ഡേ ഐ ഫൗണ്ട് ഔട്ട് എ വെരി മൈന്യൂട്ട്, ഒരു ചെറിയൊരു ലംബ്, ലൈക്ക് ഒരു കുരുമുളകിൻ്റെ അത്രയും തന്നെ പറയാം. സോ അത് ഫെൽറ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. ആ ഒരു കാര്യത്തിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, ഇവരെല്ലാം എൻ്റെ നല്ലൊരു സപ്പോർട്ടായിട്ട് നിന്നൊരു സമയമായിരുന്നു. ക്യാൻസർ ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. തീർച്ചയായിട്ടും ഞാനും ഒന്ന് പേടിച്ചു ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ. പക്ഷേ ക്യാൻസറിനെ കൂടെ കൂട്ടി ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. ക്യാൻസർ ജേർണി ഒരു വണ്ടർഫുൾ ജേർണിയാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. നമ്മൾ പറയും പെയിൻ ഈസ് ഇന്നെവിറ്റബിൾ, സഫറിങ് ഈസ് ഓപ്ഷണൽ, അല്ലേ? പെയിൻ അത് വരും, അത് നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. ബട്ട് സഫറിങ്, അത് സഫർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു അസ്. എന്തായാലും ഞാൻ തീരുമാനിച്ചു ഐ എം നോട്ട് ഗോയിങ് ടു സഫർ ദിസ്, ഐ എം ഗോയിങ് ടു എൻഡ്യൂർ ദിസ് പെയിൻ. ഫസ്റ്റ് ഞാൻ ചെയ്തത് ഐ ജസ്റ്റ് അക്സെപ്റ്റഡ് ദാറ്റ് ഐ എം എ ക്യാൻസർ പേഷ്യൻറ്റ്. അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കണം, അതിനുള്ള ആ ട്രീറ്റ്മെൻറ്റിൻ്റെ സൈഡ് ഇഫക്ട്സ് ഇതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്തു. സോ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ലംബ് മാത്രമാണ് റിമൂവ് ചെയ്യേണ്ടി വന്നുള്ളൂ. ബ്രസ്റ്റിലുള്ള 2 ലംബ്സ് മാത്രം റിമൂവ് ചെയ്യേണ്ടി വന്നു. സോ ഐ കുഡ് സേവ് മൈ ഓർഗൺ. നെക്സ്റ്റ് സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി. ദാറ്റ് വാസ് 8 കീമോതെറാപ്പീസ് ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് 24 റേഡിയേഷൻസ്. ആഫ്റ്റർ ദാറ്റ് 17 മോർ ഇമ്മ്യൂണോതെറാപ്പീസ്. ഇതായിരുന്നു ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡ്യൂറിങ് മൈ കീമോതെറാപ്പി ഡേയ്സ്. അതായിരുന്നു ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ജേർണി എന്ന് പറഞ്ഞാൽ ഈ ക്യാൻസർ സ്റ്റോറിയിൽ. അപ്പോൾ ഈ കീമോതെറാപ്പി ഡേയ്സിൽ നമുക്കറിയാം കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ബോംബ്. അത് നമ്മുടെ ശരീരത്തിൽ ഒരു ബോംബാണ്. അത് ക്യാൻസർ സെൽസിനെയും കൂടാതെ തന്നെ അല്ലാതെ നല്ല സെൽസിനെ നശിപ്പിക്കുന്ന ഒരു ബോംബാണത്. അപ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് നമുക്കറിയാം. മുടി കൊഴിയും, ഐബ്രോസ്, ഐലാഷസ് ഇതെല്ലാം പോവും, ഡിസ്കളറേഷൻ ഓഫ് നീൽസ് ഇതൊക്കെ ഉണ്ടാവും. മുടി പോവുക എന്നുള്ളത് അത് എല്ലാവർക്കും ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. ഡോക്ടറും പറഞ്ഞു ഫസ്റ്റ് കീമോ കഴിഞ്ഞിട്ട് മുടി പോകുമെന്ന്. സോ ഞാൻ ഫസ്റ്റ് കീമോ കഴിഞ്ഞിട്ട് തന്നെ എൻ്റെ മുടി തന്നെ ട്രിം ചെയ്ത് വിഗ് ഉണ്ടാക്കി. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ആ വിഗ് വെച്ചിട്ട് തന്നെ ഞാൻ സ്കൂളിൽ പോയി കുട്ടികളോടൊത്ത് മിങ്കിൾ ചെയ്തു. ഫൈനലി അവർക്കും മനസ്സിലായി എൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലായി. ദേ ഓൾസോ കോപ്പറേറ്റഡ് വിത്ത് മീ വെരി വെൽ. അങ്ങനെ ആ ഒരു കാലഘട്ടം വളരെ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചു. അതിന് വേണ്ടിയിട്ട് എൻ്റെ പെയിൻ എല്ലാം ഞാൻ ചാനലൈസ് ചെയ്ത് വിട്ടു. ലൈക്ക് ഇതുപോലുള്ള ആക്ടിവിറ്റീസ്, ബോട്ടിൽ ആർട്ട്, ഐ ലൈക്ക് മ്യൂസിക്. അപ്പോൾ എനിക്കൊരു ബ്ലെസ്സിങ് ആയത് ദാറ്റ് ദ ഇയർ 2019 അതൊരു കൊറോണ ഔട്ട് ബ്രേക്കിൻ്റെ ഒരു ടൈമായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് കൊറോണ, ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ഫോർ മീ. അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്നു, ഇതുപോലെ കുറേ ആക്ടിവിറ്റീസ് യൂട്യൂബിലും എല്ലാം കണ്ടു. സോ ഐ ഓൾസോ സ്റ്റാർട്ടഡ്. എനിക്ക് ഒരുപാട് സമയം കിട്ടി. അപ്പോൾ ഇതുപോലെ ആക്ടിവിറ്റീസ് ഞാൻ ചെയ്തു. അതിനകത്ത് ഒരു വണ്ടർഫുൾ ആക്ടിവിറ്റി ഞാൻ ചെയ്തത് ഐ കമ്പോസ്ഡ്. ആക്ച്വലി ഒരു ഡിവോഷണൽ സോങ് ഞാനത് എഴുതി കമ്പോസ് ചെയ്തു. അതൊരു യൂട്യൂബ് ചാനലായിട്ട് റിലീസ് ചെയ്യാനും പറ്റി. ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് നിറങ്ങൾ എന്നാണ്. അങ്ങനെ അതിലൂടെ കുറേ മോട്ടിവേഷണൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തു. ജോൺ ഗ്രീൻ്റെ ബുക്കുണ്ട് ദ ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ്. അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇൻ ദ ഡാർക്കസ്റ്റ് ഡേയ്സ് ലോർഡ് പുട്ട്സ് ദ ബെസ്റ്റ് പീപ്പിൾ ഇൻ യുവർ ലൈഫ്. ശരിക്കും എൻ്റെ ലൈഫിലും സംഭവിച്ചത് തന്നെയാണ്. ലോർഡ് ഹി പുട്ട്സ് ദ വെരി ബെസ്റ്റ് പീപ്പിൾ ഇൻ മൈ ലൈഫ് ഡ്യൂറിങ് ദാറ്റ് ഡാർക്കസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ്. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്, നേരത്തെ എല്ലാം പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ ടെൻഷനൊന്നും വേണ്ട, സുഖമായിട്ട് ഈസി ആയിട്ട് എക്സാം എഴുതി തിരിച്ചു വരാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഏർലി ഡിറ്റക്ഷൻ, ഏർലി സ്ക്രീനിങ്, സെൽഫ് എക്സാമിനേഷൻ, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ലേഡീസ്, ഗേൾസ്, മദേഴ്സ്, ഇവരോടൊക്കെ പറയാനുള്ളത് തന്നെയാണ്, എന്തെങ്കിലും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ശരീരത്തുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ശരീരം നമ്മളെ അത് ലൈക്ക് നമ്മളോട് റിപ്പോർട്ട് ചെയ്യും. ജസ്റ്റ് നമ്മുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കും ഒരു വിഷയം. സോ യു ജസ്റ്റ് ബിലീവ് ഇൻ യുവർ ഇൻറ്റ്യൂഷൻ ഓൾസോ. അത് ഒരു പോയിന്റ് ആയിട്ട് തന്നെ എനിക്ക് പറയണം. കാരണം ഐ ബിലീവ് ഇൻ മൈ ഇൻറ്റ്യൂഷൻ. ഇതുപോലെ നിങ്ങളുടെ അടുത്ത് ഇത്രയും സ്ട്രോങ് ആയിട്ട്, അതുപോലെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് എൻ്റെ ഒരു സ്റ്റോറി ഷെയർ ചെയ്യാൻ സാധിച്ചതിനുള്ള ഒരു പ്രധാന കാരണം ബിക്കോസ് ഐ ഡിറ്റക്റ്റഡ് ദ ക്യാൻസർ സെൽസ് സോ ഏർലി, വെരി ഏർലി. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ എനിക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് വാസ് ത്രൂ സെൽഫ് എക്സാമിനേഷൻ. ഇന്നത്തെ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട്, എസ്പെഷ്യലി ഫോർ ഡിറ്റക്റ്റിംഗ് ദിസ് ക്യാൻസർ, ഏർലി ഡിറ്റക്ഷൻ, ഏർലി സ്ക്രീനിങ്, ഇതെല്ലാം അവൈലബിൾ ആണ്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ് ആൻഡ് സേവ് യുവർ ലൈഫ് ആൻഡ് എൻജോയ് യുവർ ലൈഫ്. ഗൂഗിൾ താമലയിൽ ക്രൂശിതനായി ഉയർത്തിരുന്നേറ്റ നേരം മാലോകർക്കെല്ലാം സമാധാനമേകിടം മടങ്ങി